പുനലൂർ തൂക്കുപാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. മറ്റൊന്ന് ജില്ലാ ഭരണകൂടം നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു കുളിക്കടവാണ് പുനലൂരിൽ തന്നെ ഉള്ളത്. പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് പുനലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള നല്ല കാഴ്ചകളുമായാണ് നമ്മൾ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നിങ്ങൾ കാണുക. കൊല്ലം ജില്ലയിലെ തൂക്കുപാലത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. കൊല്ലം ജില്ലയിലെ തന്നെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിന് കുറുകെയാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. തൂക്കുപാലം നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് അന്നത്തെ ദിവാൻ നാണുപിള്ളയാണ്. കല്ലടയാറിന് മുകളിലൂടെ പുനലൂരിൽ തൂക്കുപാലം നിർമ്മിക്കാൻ 1871 രാജ കുടുംബം അനുമതി നൽകിയത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധനായിട്ടുള്ള എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിലാണ് ഈ പാലത്തിന് രൂപകൽപ്പന തയ്യാറാക്കിയതും നിർമ്മാണം നടത്തിയതും. 1877 പണി പൂർത്തിയാക്കി. അതിന് 3 വർഷങ്ങൾക്ക് ശേഷം 1880 പാലം പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ആദ്യത്തെ നിർമ്മിതിയാണ് ഇത് എന്ന ഒരു ബഹുമതിയും ഇതിനുണ്ട്. കൊല്ലം മധുര ദേശീയപാത ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാധാന്യവും ഈ പാലത്തിനുണ്ട്. ഈ പാലം പതിറ്റാണ്ട് കാലം അല്ലെങ്കിൽ നൂറ്റാണ്ട് കാലം തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോരുന്ന ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകതകൾ വലിയ കൗതുകത്തോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കരയോട് അടുത്തുള്ള 2 വലിയ തൂണുകളിലാണ് ഈ പാലം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇരു കരകളിലും സ്ഥാപിച്ചിട്ടുള്ള 2 തൂണുകൾ, അഥവാ 2 തൂണുകൾ ഇക്കരയും 2 തൂണുകൾ അക്കരയും, അങ്ങനെയുള്ള അതും കമാന ആകൃതിയിൽ വലിയ കവാട രീതിയിലാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നിലയിൽ 2 ചങ്ങലകൾ 2 സൈഡിലും വലിച്ചിരിക്കുകയാണ്. അതിലൂടെ അത് വലിച്ച് ഒരു കൂറ്റൻ ചങ്ങലയാണ്, അത് വലിച്ച് തൂക്കി ഇടുകയും അത് ഉറപ്പിച്ചിരിക്കുന്നത് ഈ 2 കരകളിലും നിർമ്മിച്ചിട്ടുള്ള 2 കിണറുകളിലാണ്. അഥവാ ഒരു കരയിൽ 2 കിണറിലും മറുകരയിൽ 2 കിണറിലും, അങ്ങനെ 4 കിണറുകൾക്കുള്ളിലാണ് ഇതിൻ്റെ ചങ്ങലകൾ കൊണ്ടുപോയി പൂർണ്ണമായും സ്ഥാപിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. അതേപോലെ ഈ പാലത്തിൻ്റെ മധ്യഭാഗത്തെയും ഇതുപോലെ കരയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായി ഒരു ഭാഗത്ത് കയറുമ്പോൾ താഴുകയും മറുഭാഗത്ത് ഉയരുകയും ചെയ്യുന്ന ഒരു സസ്പെൻഷൻ മോഡലിലാണ് ഇത് ആ കാലത്ത് നിർമ്മിച്ചിരുന്നത്. ആ കാലത്ത് ബസ്സിലൊക്കെ പഴയ കാലത്ത് യാത്ര ചെയ്തിരുന്ന ആളുകളൊക്കെ അതേ സംബന്ധിച്ച് പറയാറുണ്ട്. ഇന്ന് വാഹന ഗതാഗതം അതുവഴി നിയന്ത്രിക്കുകയും ഒപ്പം ഇത് പുരാവസ്തു വകുപ്പിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കല്ലടയാറിൻ്റെ തന്നെ മറ്റൊരു പോഷക നദിയുടെ ഭാഗത്താണ് ജില്ലാ ഭരണകൂടം തന്നെ സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുളിക്കടവായി നിശ്ചയിച്ചിട്ടുള്ള ഒരു കേന്ദ്രം. നല്ല മനോഹരമായ പാറക്കെട്ടുകളും മറ്റുമൊക്കെ നിറഞ്ഞ ഒരു കല്ലടയാറിൻ്റെ തന്നെ ഒരു പോഷക നദിയാണ്. അവിടെ ധാരാളം തമിഴ് യാത്രാ സംഘങ്ങൾ, ടൂറിസ്റ്റ് സംഘങ്ങൾ, അതുപോലെ നല്ല മഴയും വെള്ളമൊക്കെ ഉള്ള സമയത്ത് സ്വദേശവാസികളും പ്രദേശവാസികളും ഒക്കെ ആയ ധാരാളം ആളുകൾ വന്ന് കുളിക്കാനും മറ്റുമൊക്കെ പോകുന്ന ഒരു ഇടമാണ്, ഒരു കുളിക്കടവാണ്. പുനലൂരിൻ്റെ തൊട്ടടുത്തുള്ള പത്തനാപുരം താലൂക്കിലെ കടയ്ക്കമണ്ണാണ് ഇത്. കടയ്ക്കമണ്ണിലെ തടി ഡിപ്പോയാണ്, അത് പ്രശസ്തമാണ്. പക്ഷേ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല, എങ്കിലും ഫോട്ടോഷൂട്ടിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ഇടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലും അല്ലെങ്കിൽ വലിയ ചൂടുള്ള സമയത്തും ഇവിടെ കയറിയാൽ ഒരു വനഭംഗിയും അതുപോലെ തന്നെ അതിൻ്റെ കുളിർമയും ഒക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിവിശാലമായ ഒരു പ്രദേശത്താണ് ഈ ഡിപ്പോ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഏതായാലും ഇവിടെ ഈ പ്രദേശത്തൂടെ പോവുകയാണെങ്കിൽ ഒന്ന് കയറാനും ഒരു സെൽഫി എടുക്കാനൊന്നും ആരും മറക്കണ്ട എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. ഇവിടെ നിന്ന് എടുക്കുന്ന ഓരോ ഫ്രെയിമും അതിമനോഹരമാണ്. അത് ഞാനിങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ കൗതുകം തോന്നുന്നുണ്ട്. കാരണം ആ ഫ്രെയിമുകളുടെയൊക്കെ ഒരു ഷാർപ്പ്, മാത്രമല്ല ആ ഷാർപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംഗതിയല്ല, ആ ഭൂപ്രദേശത്തിൻ്റെ ആ വനഭംഗിയുടെ ഒരു ആസ്വാദന തനിമ, അതിൻ്റെ സൗന്ദര്യാത്മകമായ ആ നിൽപ്പ്, അതിൻ്റെ കാഴ്ച, അതിൻ്റെ പച്ചപ്പ്, അങ്ങനെയുള്ള സംഗതിയൊക്കെയാണ്. ഇത് പിന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇത് സിനിമ പിന്നെ
ലൊക്കേഷന് വരെ ഉപയോഗപ്പെടാൻ പറ്റിയ നല്ല ഇടമാണ്. ഏതെങ്കിലും സിനിമകൾക്ക് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇങ്ങനെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പുനലൂരിൻ്റെ പ്രാന്തപ്രദേശത്ത് വന്നാൽ കാണാൻ കഴിയുന്ന നിരവധി കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ യാത്രകൾക്കെല്ലാം ഉപകാരം വരട്ടെ എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ പുനലൂർ പാലത്തെ സംബന്ധിച്ച് കൂടുതൽ അറിവുകൾ അല്ലെങ്കിൽ കൂടുതൽ കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ, പഠനങ്ങൾ, ഇതിനെല്ലാം നമുക്ക് അവസരം ലഭിക്കുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അത് നല്ലതാണ്. പുരാവസ്തു വകുപ്പ് തന്നെ സംരക്ഷിക്കുന്ന ഒന്നായിട്ടാണ് ഇന്ന് അതുള്ളത്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമ്മളിടുന്ന ഓരോ നല്ല വീഡിയോകളും നിങ്ങൾക്ക് എത്തിച്ചേരും. എത്തിച്ചേരുമ്പോൾ അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ ഒട്ടും മറക്കരുത് എന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.